മത്തായി സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 25 വരെയുള്ള വചനങ്ങൾ ഈശോ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് അയക്കുമ്പോൾ അവരോട് അരുളിച്ചെയ്യുകയാണ്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വേവികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കമായിരിക്കുവിൻ. അതായത് നമ്മുടെ സുവിശേഷ വേലകളിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കതയും വിശുദ്ധിയും നിലനിർത്തി സർപ്പങ്ങളെപ്പോലെ വേഗവും ജാഗ്രതയും ഉള്ളവരായി അനാവശ്യവും ഒരു നന്മയുമില്ലാത്ത സംഘർഷങ്ങളും അപകടങ്ങളും ഒഴിവാക്കി വിശ്വാസികൾ വേഗപൂർവ്വം സുവിശേഷ വേല ചെയ്യണമെന്ന് ഈശോ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. വചനം 18 മുതൽ മനസ്സിലാക്കിയിരിക്കുകയാണ്, വിശ്വാസത്തെ പ്രതി ശിഷ്യന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിലും പീഡനങ്ങളും പരിഹാസങ്ങളും ഉണ്ടാവും. ദൈവത്തെ അറിയാത്തവരുടെയും ഈശോ വിശ്വാസമില്ലാത്തവരുടെയും മുമ്പാകെ നാം ഈശോയ്ക്ക് സാക്ഷി നൽകേണ്ടി വന്നേക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പോലും എതിർപ്പുകൾ നേരിടേണ്ടി വന്നേക്കാം. നാം മറ്റുള്ളവരോട് എന്താണ് പറയേണ്ടതെന്നറിയാൻ നാം ദൈവത്തോട് പരിശുദ്ധാത്മാവായ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ദൈവം പരിശുദ്ധാത്മാവോട് നമുക്ക് പറഞ്ഞു തരും. സർവരാലും നാം ദൂഷിക്കപ്പെട്ടാലും നാം പിടിച്ചു നിൽക്കണം. അത് നമ്മുടെ രക്ഷയ്ക്കായി മാറുമെന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത് നാം ഉറച്ചു വിശ്വസിക്കുക. അത് തീർച്ചയായും നമ്മുടെ രക്ഷയ്ക്കായി തീരും എന്ന് ഈ വചനം നമുക്ക് മനസ്സിലാക്കിയിരിക്കുകയാണ്. വചനം 23 മുതൽ ശിഷ്യന്മാരോട് ഈശോ പറയുന്നുണ്ട്, ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോവുക. മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കിയില്ല. അതായത് ഈശോ ഇവരെ ഇപ്പോൾ അയച്ചിരിക്കുന്നത് ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്കാണ്. ആ പട്ടണങ്ങളെല്ലാം ഓടി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഈശോയുടെ മരണം ഉയർപ്പ് ഉണ്ടാകുമെന്ന് ഈശോ മുൻകൂട്ടി അവരെ അറിയിക്കുന്നതാണ്. അതിനുശേഷമാണ് അവരെ ലോകം മുഴുവൻ സുവിശേഷ വേലയ്ക്കായി ഈശോ അയക്കുന്നത്. ഇവിടെ വചനം മനസ്സിലാക്കി തരുന്നു, വിശ്വാസ ജീവിതത്തിൽ പീഡനങ്ങൾ എതിർപ്പും ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് അനാവശ്യമായ ഒരു നന്മയുമില്ലാത്ത വലിയ വഴക്കുകൾ ഒഴിവാക്കി ആ സമയത്ത് അവിടെ നിന്ന് മാറി മറ്റു സ്ഥലത്തേക്ക് പോയി സുവിശേഷ വേല ചെയ്യുക. ഒരു നന്മയുമില്ലാതെ പ്രശ്നങ്ങൾ വഷളാക്കി സുവിശേഷ വേല നഷ്ടപ്പെടുത്തരുത് എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. 24-25 വചനം പഠിപ്പിക്കുന്നു, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, പുത്രൻ യജമാനേക്കാൾ വലിയവനല്ല. ഇവിടെ വചനം ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ ഗുരുവും യജമാനുമായ ഈശോയ്ക്ക് സഹനങ്ങളും പീഡനങ്ങളും പരിഹാസങ്ങളും സഹിക്കേണ്ടി വന്നെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ സഹനങ്ങൾ ഉണ്ടായേക്കാം. സുവിശേഷ വേലയിലും വിശ്വാസ ജീവിതത്തിലും സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ഉണ്ടാകുന്ന സഹനങ്ങൾ, വേദനകൾ, എതിർപ്പുകൾ ഇവയിൽ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കതയും സർപ്പങ്ങളെപ്പോലെ വേഗങ്ങളുമായി അനാവശ്യവും ഒരു നന്മയുമില്ലാത്ത പ്രശ്നങ്ങൾ ഒഴിവാക്കി പ്രതികൂല സാഹചര്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവത്തിനനുസരിച്ച് ദൈവത്തിന് സാക്ഷി നൽകി ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷ സ്വീകരിക്കുന്നവരെ മാറാനുള്ള കൃപയ്ക്കാണ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സുവിശേഷ പഠനം ഇഷ്ടപ്പെടുകയും കുട്ടികൾക്കും മറ്റുള്ളവർക്കും അത് പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.